എന്ത് മനുഷ്യന്മാർ പോയി. നമ്മളെ നാട്ടിൽ സംഭവം നടന്നിനറിയോ? മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഭയങ്കര സംഭവം, നമ്മൾ അറിയേണ്ട സംഭവം. നാരായണൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു, അറിയോ? ഒരു വൃദ്ധസദനത്തിലുണ്ടായി, മറ്റേ ഷെയ്ഖ് സായിദ് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങൾ കുറേ ഇതുണ്ട്. അതിൻ്റെ പാരഗ്രാഫിൽ പറയാം, വലിയ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല. ഒരു ബ്ലോഗർമാർ, ഒരാൾക്കാർ, നമ്മളെ നാട്ടിലെ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല അതിനെ പറ്റിയിട്ട്. ആരും ഒന്നും കൊണ്ടിട്ടില്ല, ഒരു ന്യൂസിൽ വന്നിട്ടില്ല, ഒരൊന്നിലും വന്നിട്ടില്ല. മീയപ്പതാവിലുള്ള മഞ്ചേശ്വര മണ്ഡലത്തിൽ മീയപ്പതാവ് എന്തോ ഒരു പേരുണ്ട്, വർക്കായതൊരു മീഞ്ച പഞ്ചായത്തിൽ വർക്കായ മീയപ്പതാവ് ആ സൈഡിലുള്ള ഒരു നാരായണൻ എന്നൊരാൾ മരിച്ചു ക്യാൻസർ രോഗമായിട്ട് 1 മാസം മുന്നേ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്കെല്ലാം പോയിട്ട്. ഓക്കെ, അങ്ങനത്തെ അതെല്ലാം നിങ്ങൾ വായിച്ചോളി, പത്രത്തിൽ ന്യൂസിലുണ്ട്. നിങ്ങളും അതിൽ നമ്മൾ പബ്ലിസിറ്റി ആക്കേണ്ടത്. പക്ഷെ ഒരാളുണ്ട് നമ്മൾ അറിയേണ്ടത്, നമ്മൾ ബഹുമാനിക്കേണ്ടത്, നമ്മൾ ആ ആളല്ലേ നമ്മൾ അത്ര ഇതാക്കണം. എന്ത് പറയണല്ലേ? ഇർഫാൻ ഇക്ബാൽ. മുസ്ലിം ലീഗ്, ഞാൻ രാഷ്ട്രീയം പറയുന്നല്ല, എനിക്ക് രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ഞാൻ. മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പർ ഇർഫാന. ഓക്കെ, ഇർഫാന ഇക്ബാൽ. ആ മഹദി എന്താക്കിയെന്ന് പറയുന്ന സംഭവം, ആ പെണ്ണുങ്ങൾ എന്താക്കിയെന്ന് പറയുന്ന സംഭവം, ആ ഒരു അമുസ്ലിമിൽപ്പെട്ട ഒരു ഹിന്ദുവായ ഒരാളെ മൃതദേഹം കൊണ്ടുപോയി സ്വന്തം മകളെ പോലെ അവസാനം ചിതക്ക് തീ കൊടുത്ത ആ ഇക്ബാൽ ഇർഫാന ഇക്ബാൽ. ഓക്കെ, എൻ്റെ ഫാമിലി അല്ല, എൻ്റെ രാഷ്ട്രീയമല്ല, എൻ്റെ ആരുമല്ല. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ ഒരാൾക്കാർ പോലും പറയാൻ വന്നിട്ടല്ലോ അവർ വേദന. നിങ്ങൾ അറിഞ്ഞിട്ടത് പറയണം, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇർഫാന ഇക്ബാലിനെ പറ്റിയിട്ടില്ലേ ജനങ്ങൾക്ക് അറിഞ്ഞു കൊടുക്കണം എന്നറിഞ്ഞാൽ അതുപോലത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകി, ക്രിയേറ്റർ, സല്യൂട്ട്. പറയാൻ ഒരുപാടുണ്ട് സംഭവം. എന്തറിയോ? 2 കല്യാണം കഴിച്ച നാരായണൻ എന്നൊരാൾക്ക് ക്യാൻസർ രോഗി ആണ്. അയാൾ വായിൽ ക്യാൻസർ ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായി. ഇന്ന് മരിച്ചിട്ടില്ലേ? കുടുംബക്കാരോട് പറഞ്ഞിട്ടാകുമ്പോൾ BJP പ്രവർത്തകൻ, മുൻ BJP പ്രവർത്തകനല്ല, BJP പ്രവർത്തകനായ ആൾ ഇപ്പോൾ വയസ്സായിട്ട് പീഡിൻ്റെ മറ്റേ കടൻ്റെ തിന്നയിൽ കിടന്നുറങ്ങിക്കൊണ്ടായിരുന്ന ഒരാൾ, ആ ആൾ മരിച്ചിട്ട് ഹോസ്പിറ്റലിൽ മരിച്ചു. എന്നിട്ട് ഈ ഇർഫാന ഇക്ബാലാണ് ഫുള്ള് ചിതക്ക് തീ കൊടുത്തതും അന്ത്യക്രമം എല്ലാം നടത്തിയത്. ഇർഫാന എന്ന് പറയുന്ന ആൾ. ഞാൻ ഈ ID മെൻഷൻ ചെയ്യുന്നത്, നിങ്ങൾ ഇതിനെ പഠിച്ചിട്ട് അറിഞ്ഞിട്ട് നല്ല ബ്ലോഗർമാരില്ലേ അവരെല്ലാം ന്യൂസിലടക്കം എല്ലാത്തിലും പറഞ്ഞ ഒരു സംഭവം ആരും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച്. ഇത് എല്ലാവരും നോക്കണം. ഇത് ഒരു രാഷ്ട്രീയമോ ഒരു ഇതൊന്നുമല്ല. അതുപോലത്തെ ഒരാൾ, ആ ഇക്ബാൽ ഇർഫാനില്ലേ ഒരു സംഭവം. അത് നിങ്ങൾ പഠിക്കണമെങ്കിലേ വ്യക്തിപരമായി നിങ്ങൾ കണ്ടറിയും. ഒരു വലിയൊരു ഇതിലുള്ള സ്ഥാനത്തുള്ള, രാഷ്ട്രീയപരമായിട്ട് വലിയ സ്ഥാനത്തുള്ള, ഒരു കിബറില്ല, ഒരു ഇതില്ല. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിൽ കോളും ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, റീപ്ലൈ പോലും തരുന്ന ഒരാളാണ്. അതുപോലത്തെ ഒരു മെമ്പർ വേണം, അതുപോലത്തെ ഒരു പൊളിറ്റിക്സ് നേതാവ് വേണം. അത് പെണ്ണായെങ്കിലും ആണെങ്കിലും. ഗ്രേറ്റ്, സല്യൂട്ട്. ഒരുപാടുണ്ട് പറയാൻ. നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ ഇർഫാൻ ഇക്ബാലിനെ പറ്റിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണം, എല്ലാ ബ്ലോഗർമാർക്കും എത്തിച്ചു കൊടുക്കണം. ഓക്കെ.